അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു മുസ്ലിമായ മനുഷ്യനിക്ക് അവൻ പോകുന്ന യാത്രയിൽ അവൻ്റെ നമസ്കാരങ്ങളെ എളുപ്പമായി കിട്ടാൻ, അതായത് യാത്രയിലുള്ള പ്രയാസത്തിന് ഒരൽപ്പം കുറച്ച് കിട്ടാൻ വേണ്ടിയും അതുപോലെ നിസ്കാരം ഖളാ ആകാതിരിക്കാൻ വേണ്ടിയും അല്ലാഹു തആല വെച്ച ഓപ്ഷനാണ് ജംഉം ഖസ്റും എന്നുള്ളത്. അതിനെക്കുറിച്ച് ചെറിയൊരു വിശദീകരണം നിങ്ങൾക്ക് ഞാൻ നൽകാം. അല്ലാഹു റബ്ബു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഹലാലായ യാത്ര, അതുപോലെ ഏകദേശം ചുരുങ്ങിയത് 132 കിലോമീറ്ററിനേക്കാൾ ദൂരമുള്ള യാത്ര, ഈ യാത്രയിലാണ് ഈ ജംഉം ഖസ്റുമായി നമസ്കരിക്കേണ്ടത്. ജംഉ എന്ന് പറഞ്ഞാൽ ളുഹ്ർ അസ്ർ എന്ന രണ്ട് നിസ്കാരം ഒന്നിച്ച് നമസ്കരിക്കുക. അത് ളുഹ്റിൻ്റെ സമയത്തായോ അതല്ലെങ്കിൽ അസ്റിൻ്റെ സമയത്തിലോ നിസ്കരിക്കുക. മഗ്രിബും ഇശാവും എന്നുള്ള രണ്ട് നിസ്കാരങ്ങൾ മഗ്രിബിൻ്റെ സമയത്തോ ഇശാവിൻ്റെ സമയത്തോ ഒന്നിച്ച് നമസ്കരിക്കുക. ഇതിന് ജംഉ എന്നും 4 റക്അത്തുള്ള നമസ്കാരങ്ങൾ ളുഹ്ർ അസ്ർ ഇശാ, ഈ 3 നമസ്കാരങ്ങളെ 2 റക്അത്തായി നമസ്കരിക്കുന്നതിന് ഖസ്ർ എന്നും പറയുന്നു. അപ്പോൾ നമുക്ക് ഒരു ഉദാഹരണത്തിലൂടെ നമുക്ക് കാര്യം മനസ്സിലാക്കാം. ഒരു മനുഷ്യൻ ഗാളിമുഖത്തിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ഒരു കച്ചവടത്തിൻ്റെ ആവശ്യത്തിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ്സിനോ അതല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഹലാലായ യാത്ര അതല്ലെങ്കിൽ ഒരു സിയാറത്തിന് വേണ്ടിയോ പോകുന്നു എന്ന് കരുതാം. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അവനക്ക് ജംഉം ഖസ്റും ആക്കാം. അങ്ങനെ ജംഉ ഖസ്ർ ആക്കുന്നത് എവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്ന് ചോദിച്ചാൽ, അവൻ്റെ നാടിൻ്റെ അതിർത്തി കഴിഞ്ഞാലാണ് ഈ ജംഉം ഖസ്റുമായി നമസ്കരിക്കാനുള്ള ഓപ്ഷൻ അവനിക്കുള്ളത്. അതായത് നാടിൻ്റെ അതിർത്തി എന്ന് പറഞ്ഞാൽ ഈ ഗാളിമുഖത്തിൽ നിന്ന് പോകുന്നുണ്ടെങ്കിൽ ഗാളിമുഖം ഏതുവരെ ഗാളിമുഖം എന്ന് പറയും, അതിൻ്റെ അപ്പുറത്തിൽ നിന്നാണ് അവനിക്ക് യാത്ര തുടങ്ങുന്നത്. ഉദാഹരണത്തിന് 1 കിലോമീറ്റർ അപ്പുറം കഴിഞ്ഞാൽ പിന്നെ ഗാളിമുഖം എന്ന് പറയില്ല. അപ്പോൾ അതിൻ്റെ അപ്പുറം ഒരു പള്ളിയിൽ അവൻ എന്താക്കണം, ഉദാഹരണത്തിന് 2 മണിക്കാണ് ബസ് എന്ന് നമുക്ക് കരുതാം. 1:30 മണിക്കാണ് അവൻ നമസ്കരിക്കുന്നത്, അല്ലെങ്കിൽ 12:30 അല്ലെ 1 മണിക്കാണ് നമസ്കരിക്കുന്നതെന്ന് നമുക്ക് കരുതാം. അങ്ങനെ നിസ്കരിക്കുമ്പോൾ അവൻ എങ്ങനെ നിസ്കരിക്കണം? അതായത് ആദ്യം ളുഹ്റും പിന്നെ അസ്ർ നമസ്കാരമാണ് നമസ്കരിക്കേണ്ടത്. ളുഹ്ർ നിസ്കരിക്കുമ്പോൾ നിയ്യത്ത് വെക്കേണ്ടത് ളുഹ്ർ എന്ന ഫർദ് നിസ്കാരം അസ്ർ നിസ്കാരത്തിനെ അസ്റോട് കൂടി ജംആക്കി 2 റക്അത്ത് ഖസ്റായി ഞാൻ നമസ്കരിക്കുന്നു എന്ന് കരുതണം. ഇനി ജംആക്കി കരുതുന്നു എന്നത് നിയത്ത് വെക്കുമ്പോൾ തന്നെ കരുതണമെന്നില്ല. അതിൽ സലാം വീട്ടുന്നതിന് മുമ്പ് കരുതിയാൽ മതി. പക്ഷെ നിർബന്ധമായും കരുതിയിരിക്കണം. അപ്പോൾ എങ്ങനെ? ഉദാഹരണം പറഞ്ഞാൽ ളുഹ്ർ എന്ന ഫർദ് നിസ്കാരം 2 റക്അത്ത് ഖസ്റായി ഞാൻ നമസ്കരിക്കുന്നു എന്ന് നിയത്ത് വെച്ച് നമസ്കരിക്കുക. 2 റക്അത്ത് നമസ്കരിക്കുക. സലാം വീട്ടുന്നതിന് മുമ്പായി ഈ നിസ്കാരത്തോടു കൂടെ അസ്ർ നിസ്കാരത്തിനെ മുന്തിച്ച് ജംആക്കി ഞാൻ നിസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് ഖൽബിൽ കരുതുക. എന്നിട്ട് സലാം വീട്ട അപ്പം തന്നെ സമയം നീലമാവാണ്ട് അപ്പം തന്നെ അസ്ർ നമസ്കരിക്കുക. അസ്ർ നിസ്കരിക്കുമ്പോൾ എങ്ങനെ കരുതുക? അസ്ർ എന്ന ഫർദ് നിസ്കാരം 2 റക്അത്ത് ഖസ്റായി ഞാൻ നമസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ച് 2 റക്അത്ത് നമസ്കരിക്കുക. അവിടെ നിസ്കാരം ളുഹ്റുമായി അസ്റുമായി. ഇനി ഒരാൾ അസ്റിൻ്റെ സമയത്തിലാണ് നമസ്കരിക്കുന്നത് എന്ന് വിചാരിക്കാം. ഉദാഹരണത്തിന് രാവിലെ 10 മണിക്കാണ് ബസ്, അത് ബാംഗ്ലൂരിലേക്ക് എത്തുന്നത് വൈകുന്നേരം 5 മണിക്കാണ്. ളുഹ്ർ നിസ്കാരത്തിന് അവനക്ക് സമയമേ കിട്ടിയില്ല എങ്കിൽ അവനിക്ക് അസ്റിൻ്റെ സമയത്ത് ളുഹ്റും അസ്റും ഒന്നിച്ച് നമസ്കരിക്കാം. പക്ഷേ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്. അസ്ർ ബാങ്കിന് ഒരു 5 മിനിറ്റ് മുമ്പ് അവൻ ബസ്സിൽ തന്നെ കരുതണം, ഞാൻ ളുഹ്ർ നമസ്കാരത്തിന് അസ്ർ നിസ്കാരത്തോടു കൂടെ പിന്തിച്ച് ജംആക്കി ഞാൻ നമസ്കരിക്കുന്നു. അതായത് ളുഹ്ർ നിസ്കാരത്തിന് അസ്ർ നിസ്കാരത്തോടെ പിന്തിച്ച് ജംആക്കി നിസ്കരിക്കലിന് ഞാൻ കരുതുന്നു എന്ന് മനസ്സിൽ കരുതുക. ബസ്സിൽ തന്നെ, അവിടെ ഉളൂ വേണമെന്നില്ല. അങ്ങനെ കരുതിയിട്ട് അവന് എന്തായി? ബാങ്കായി. എന്നിട്ട് ബാംഗ്ലൂരിലേക്ക് എത്തിയാൽ അവിടെ ളുഹ്ർ നമസ്കാരം ഖളാ ആയിട്ടില്ല. ളുഹ്ർ നിസ്കാരം ആദ്യം നമസ്കരിക്കുക. അങ്ങനെ ളുഹ്ർ നമസ്കരിക്കുമ്പോൾ അവൻ എങ്ങനെ നിയ്യത്ത് വെക്കണം? ളുഹ്ർ എന്ന ഫർദ് നിസ്കാരം 2 റക്അത്ത് ഖസ്റായി ഞാൻ നമസ്കരിക്കുന്നു എന്ന് കരുതാം. അങ്ങനെ കരുതിയിട്ട് ആ നിസ്കാരത്തിൽ തന്നെ സലാം വീട്ടുന്നതിന് മുമ്പ് ഈ നിസ്കാരത്തോടെ അസ്ർ നിസ്കാരത്തിന് ഞാൻ ജംആക്കി നമസ്കരിക്കുന്നു എന്ന് കരുതൽ സുന്നത്താണ്, നിർബന്ധമൊന്നുമില്ല. കരുതുന്നുണ്ടെങ്കിൽ കരുതാം, പ്രതിഫലം കിട്ടും എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് സലാം വീട്ടിയ ഉടനെ അസ്ർ നിസ്കാരം 2 റക്അത്ത് നമസ്കരിക്കണം. എങ്ങനെ? അസ്ർ എന്ന ഫർദ് നിസ്കാരം 2 റക്അത്ത് ഖസ്റായി ഞാൻ നമസ്കരിക്കുന്നു എന്ന് നിയ്യത്ത് വെച്ച് അവനിക്ക് അസ്ർ നിസ്കരിക്കാം.
ഇങ്ങനെ തന്നെയാണ് മഗ്രിബും ഇശായിൻ്റെയും മസ്അല. മഗ്രിബിൻ്റെ സമയത്ത് നിസ്കരിക്കുന്നുണ്ടെങ്കിലും ഇശായിൻ്റെ സമയത്ത് നമസ്കരിക്കുന്നുണ്ടെങ്കിലും അവിടെ ഇത് തന്നെയാണ് മസ്അല. ഇനി അതുകൊണ്ട് ഞാൻ അതിന് വിശദീകരിക്കുന്നില്ല. ഇനി എത്ര ദിവസം ഇവിടെ ജംഉം കസ്റായി നമസ്കരിക്കാമെന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യൻ അതായത് ബാംഗ്ലൂരിലേക്ക് ബിസിനസ്സിന് പോകുന്നു, എന്നാൽ ബാംഗ്ലൂർ എത്തലോടുകൂടെ അവൻ്റെ ജംഉ ഖസ്ർ എന്ന ഓപ്ഷൻ കഴിഞ്ഞു. പക്ഷേ ബാംഗ്ലൂർ എത്തിയാൽ പിന്നെ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ 1 കിലോമീറ്റർ ഇപ്പുറത്ത് അവൻ്റെ ബിസിനസ്സിൻ്റെ സ്ഥലത്തിലേക്ക് എത്തുന്നതിന് ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ മുമ്പ് തന്നെ നിസ്കരിച്ച് പോകണം. കാരണം അവിടെ എത്തിയാൽ പിന്നെ അവനിക്ക് ജംഉ ഖസ്റാക്കി നിസ്കരിക്കാൻ കഴിയില്ല. കാരണം അവിടെ അവൻ ഉദ്ദേശിക്കുന്നതായ നാടെത്തി. അതുപോലെ ആ നാടിലേക്ക് എത്തുന്നതിന് മുമ്പ് അവനിക്ക് എന്താക്കണം, ആ ജംഉ ഖസ്റായി നമസ്കാരം നമസ്കരിച്ചേ പറ്റൂ. അല്ലെങ്കിൽ അവിടെ എത്തിയാൽ പിന്നെ ജംഉ ഖസ്ർ എന്ന ഓപ്ഷൻ ഇല്ല. അത് മനസ്സിലാക്കണം. ഇനി അവൻ ബാംഗ്ലൂരിലേക്ക് പോകുന്നത് ഒരു സിയാറത്തിന് വേണ്ടിയാണ്. തിരിച്ച് അപ്പോൾ തന്നെ ഇങ്ങനെ സിയാറത്ത് ഇങ്ങനെ ചെയ്ത് നാട്ടിലേക്ക് എത്തും. എന്നാൽ അവിടെ അവനിക്ക് എവിടെ പോയാലും നാട്ടിലേക്ക് തിരിച്ച് എത്തുന്നത് വരെ അവനിക്ക് ജംഉ ഖസ്റായി നമസ്കരിക്കാം. പക്ഷേ നാട്ടിലേക്ക് എത്തിയാൽ പിന്നെ നമസ്കരിക്കാൻ പറ്റൂല. അതുകൊണ്ട് നാട്ടിലേക്ക് എത്തുന്നതിന് നാടിൻ്റെ അതിർത്തി എത്തുന്ന നേരത്തെ പോകുമ്പോൾ നിസ്കരിച്ച ആ സ്ഥലം വരെ അവനക്ക് ഓപ്ഷൻ ഉണ്ട് നിസ്കരിക്കാൻ. ആ നാട്ടിലേക്ക് എത്തിയാൽ പിന്നെ ആ നിസ്കരിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് നാട്ടിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമസ്കരിച്ച് 2 നമസ്കാരം നമസ്കരിച്ച് ഫിനിഷ് ആക്കിയിരിക്കണം എന്നതാണ് മസ്അല. ഇനി ഒരു മനുഷ്യൻ ബാംഗ്ലൂരിലേക്ക് പോകുന്നു, പക്ഷേ അവിടെ പോയി 2 ദിവസമാണ് അവിടെ താമസിക്കാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ 3 ദിവസമാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അവനക്ക് ആ 3 ദിവസവും ജംഉ ഖസ്റായി നമസ്കരിക്കാം. അതേ സമയത്ത് 4 ദിവസം താമസിക്കലിനെ ഉദ്ദേശിക്കുന്നു എങ്കിൽ അവനക്ക് അവിടെ എത്തലോട് കൂടെ ജംഉ ഖസ്റിൻ്റെ ഓപ്ഷൻ പോയി. കാരണം അവിടെ താമസമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് മസ്അല. അത് പക്ഷെ പോകുന്ന ദിവസവും വരുന്ന ദിവസവും ഇവിടെ ഈ 4 ദിവസത്തിൻ്റെ കൂട്ടത്തിൽ കൂട്ടാനില്ല, പെടുത്താനില്ല എന്നതും പ്രത്യേകം മനസ്സിലാക്കണം. ഇനി ഒരു മനുഷ്യനിക്ക് അവന് യാത്ര പോയി, പക്ഷേ എപ്പോൾ 1-2 ദിവസത്തിൻ്റെ പണിക്കാണ് പോയത്. പക്ഷെ ആ ദിവസം അവനിക്ക് പണി കഴിഞ്ഞില്ല, 2 ദിവസം കഴിഞ്ഞില്ല. അങ്ങനെ പോയി 18 ദിവസത്തോളം അവനിക്ക് അവിടെ ജംഉ ഖസ്റാക്കാം. കാരണം എപ്പോൾ തിരിച്ചു പോകുമെന്ന് അവനിക്ക് അറിയില്ല. അവന് 1 ദിവസത്തിന് വേണ്ടി വന്നതാണ്, 2 ദിവസത്തിന് വേണ്ടി വന്നതാണ്, പക്ഷെ അവൻ്റെ പണി കഴിഞ്ഞിട്ടില്ല എങ്കിൽ 18 ദിവസത്തോളം ആ ഓപ്ഷൻ ഉണ്ട്. ഈ കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അല്ലാഹു തആല നല്ല നിലയ്ക്ക് പഠിക്കുവാനും മനസ്സിലാക്കുവാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇവിടെ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ജംഉ ഖസ്റായി നമസ്കരിക്കുന്നവർ ഏതെങ്കിലും ഒരു പള്ളിയിൽ പോയി അവിടെ നടക്കുന്ന ജമാഅത്തിൽ കൂടേണ്ടതില്ല, കൂടാൻ പാടില്ല. അവർ പ്രത്യേകമായി ഒറ്റക്ക് നിസ്കരിക്കുക, അതല്ലെങ്കിൽ ജമാഅത്തായി നമസ്കരിക്കാം. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നമസ്കാരം ഖളാ ആകാതിരിക്കാനുള്ള ഏറ്റവും വലിയ മാർഗമാണ്. സ്വീകരിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി ആർക്കെങ്കിലും സംശയം വന്നിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്പർ ഞാൻ കൊടുക്കുന്നു, അതിലേക്ക് വാട്സാപ്പ് ചെയ്താൽ ഇൻഷാ അല്ലാഹ് വിശദമായി മനസ്സിലാക്കി തരുന്നതാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.